അപ്പോൾ ന്യൂസ് 3 നമ്മൾ ഇനി ഒരു സമര വാർത്തയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം 10 ദിവസമായി സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാണ്. ഈ സമരത്തെ നേരിടാൻ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര വിഹിതമായി 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാണ് കേരളത്തിന്റെ വാദം. പ്രതിവർഷം 120 കോടിയാണ് ഓണറേറിയം വിതരണത്തിന് വേണ്ടിവരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ഓണറേറിയം കേരളം വിതരണം ചെയ്യുന്നതിന്റെ കണക്കുകൾ അടക്കം ആരോഗ്യമന്ത്രി പുറത്തുവിട്ടു. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 7000 ഓണറേറിയമാണ്. അതിനുശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെന്റീവായിട്ടുള്ള 2000 പ്ലസ് 1000 3000. അതുകൂടാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇൻസെന്റീവ്സ് അങ്ങനെ ഒരു 10,000-ന് മുകളിൽ 12,500 14,000 വരെയൊക്കെ വാങ്ങുന്ന ആശമാര് ഉണ്ട്. 2023-24 വർഷം കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്. കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. സംസ്ഥാനത്തിന്റെ നിലപാട് എപ്പോഴും ആശമാർക്കൊപ്പമുള്ള നിലപാടാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളം നൽകുന്നത്. 36 കേന്ദ്ര പദ്ധതികളുടെ പേരിലായിരുന്നു NHMന് ആവശ്യമായ ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഈ പദ്ധതികളിൽ കേന്ദ്ര ബ്രാൻഡിംഗിന് കേരളം തയ്യാറാകാത്തതാണ് കേന്ദ്രവിഹിതം മുടങ്ങിയതിന് കാരണമെന്നാണ് സൂചന. കേരളം പുറത്തുവിട്ട കണക്കുകളുടെ വസ്തുതയും ഇപ്പോൾ ചർച്ചയാവുകയാണ്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം അതിന്ന് 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാന്യമായ വേതനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശാ വർക്കർമാരുടെ സത്യാഗ്രഹം ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാസംഗമവും നടന്നു. ഇതിനിടെ ദില്ലിയിലെ സർക്കാർ പ്രതിനിധി KV തോമസിനുള്ള യാത്രാബത്ത 6.5 ലക്ഷത്തോളം കൂട്ടാൻ സർക്കാർ നീക്കം തുടങ്ങിയെന്ന വാർത്തയുമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറായി. തലസ്ഥാനം അടുത്ത കാലത്തൊന്നും കാണാത്തത്ര സ്ത്രീ പങ്കാളിത്തമായിരുന്നു ഇന്നത്തെ സമരത്തിന്. പൊരിവെയിൽ അവഗണിച്ച് 100 കണക്കിന് സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടി. വേതനം ഉപാധികളില്ലാതെ നൽകാമെന്ന സർക്കാർ വാഗ്ദാനമൊന്നും പ്രതിഷേധം തണുപ്പിക്കുന്നില്ല. വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ ദിവസം PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ വരുത്തിയ ലക്ഷങ്ങളുടെ വർധന പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടുന്നു. പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഈ 233 രൂപ ഒരു ദിവസം തന്നാൽ ഞങ്ങൾക്ക് എന്തോന്നിനുണ്ട്? അത് ഈ മന്ത്രിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ പാവപ്പെട്ട ഞങ്ങളിങ്ങനെ ഈ പൊരി വെയിലത്ത് കിടന്ന് ഈ സമരം ചെയ്തിട്ട് പോലും അവരെ ഒന്നും മനസ്സലിയാത്തത്? ഇത്രയും കഠിനമായ മനസ്സുള്ള ഒരു മന്ത്രിയാണെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായി പോയി. പണം തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും സമരക്കാർ തള്ളി. ആരോഗ്യവകുപ്പിന്റെ ഉദ്ദേശമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു തരുന്നു, അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇതിനിടെ രാഷ്ട്രീയ നിയമനങ്ങൾ നേടിയവരുടെ വേതനം കൂട്ടുന്ന നടപടി സർക്കാർ തുടരുകയാണ്. കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തി ദില്ലിയിലെ സർക്കാർ പ്രതിനിധിയായ KV തോമസിന്റെ യാത്രാബത്തയാണ് ഒടുവിൽ കൂട്ടുന്നത്. 5 ലക്ഷം എന്നത് 11,31,000 ആക്കാനുള്ള ശുപാർശ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് കൈമാറി. സർക്കാർ പീഡർമാരുടെ ശമ്പളവും കൂട്ടി. സ്പെഷ്യൽ പീഡർമാർക്കും സീനിയർ പീഡർമാർക്കും 30,000 വീതം. ശമ്പളം കൂട്ടുന്നതിന് 3 വർഷത്തെ മുൻകാല പ്രാബല്യവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അവിടെയാണ് പ്രശ്നവും, അവിടെയാണ് ചർച്ചകൾ നടക്കുന്നതും. ഒരു വശത്ത് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ കേന്ദ്ര ഫണ്ട് വരട്ടെ എന്നിട്ട് കൊടുക്കാമെന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുന്നവരോട് അങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുന്നവരെ തെറ്റു പറയാൻ പറ്റില്ല.